ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു സ്വീറ്റ് ഡെസേർട്ടായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. നമ്മളിവിടെ 2 സ്റ്റേജായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, ഒരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെർമിസെല്ലി സേമിയ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത സേമിയാണ് വാങ്ങിയത് തന്നെ. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര പിന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനൊരു മീഡിയം പഞ്ചസാരയാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ സേമിയ ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്രീം പ്രിപ്പയർ ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. 2.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, പാൽപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, സെയിം ക്വാണ്ടിറ്റി 2.5 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര, 2.5 ടേബിൾ സ്പൂൺ ഗീ അല്ലെങ്കിൽ ബട്ടർ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം തന്നെ 2.5 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് മിൽക്ക്. ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം. ലംസ് ഒന്നുമില്ലാതെ, കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. ഒരുവിധം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ക്രീമെല്ലാം കൂടി ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് കട്ടായി പോവും. കാരണം മിൽക്ക് പൗഡറും കോൺഫ്ലവറും നല്ല തിക്കായിട്ടാണല്ലോ ആഡ് ചെയ്തേക്കുന്നത്. പെട്ടെന്ന് ഇത് കട്ടയാവും. ഓക്കെ, കുഴപ്പമില്ല, കട്ടയായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം. ഈ ഒരു തിക്നെസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ കുക്കായിട്ടുണ്ട്. ഒരു ഇത്രയും കൂടി പാലൊന്ന് വറ്റാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ പാലൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊരു സ്പൂൺ ഇതിലിട്ട് കഴിഞ്ഞാൽ ഇതൊട്ടും തിളച്ച് പോവില്ല അല്ലേ. പാലൊക്കെ തിളപ്പിക്കുമ്പോൾ, ചായയൊക്കെ തിളപ്പിക്കുമ്പോൾ നമ്മളൊരു സ്പൂൺ ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തിളച്ച് പോവില്ല. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇത് തിളച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കണ്ണ് തെറ്റിയപ്പോൾ തിളച്ച് പോകും. അപ്പോൾ നമ്മൾ സ്പൂൺ ഇട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പോൾ നമ്മളൊന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി തിക്കാവും അത്. ഇതൊന്ന് ചെറിയ ചൂടാറിയപ്പോഴേക്കും ഞാനൊന്ന് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഡെസേർട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡെസേർട്ട് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ചെറുതായിട്ട് ഒന്ന് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പകുതി. ഇനി ഇതിലേക്ക് നമ്മുടെ വെർമിസെല്ലി ഇട്ട് കൊടുക്കാം, സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഉണ്ടോ, ചൂടാറിയപ്പോഴേക്കും നന്നായി അത് തിക്കായി. സേമിയ നടുക്ക് ലെയർ ചെയ്യുന്നു. അതിന് മുകളിലേക്ക് വീണ്ടും ബാക്കിയുള്ള ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി എൻ്റെ ക്യാമറയുടെ പൊസിഷൻ ഇച്ചിരി മാറിപ്പോയായിരുന്നു. അതുകൊണ്ട് കാണാൻ പറ്റില്ല കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത് മുകളിലും ഇത് നമ്മുടെ ബാക്കിയുള്ള ക്രീം നന്നായി സെറ്റ് ചെയ്ത് കൊടുക്കുക.
കവർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടും. പുറത്ത് വെച്ചാലും മതി, പക്ഷേ ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടും. കാരണം ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ ഇത്രയും കൂടെ ഫ്രീസിങ് പോയിൻ്റ് കൂട്ടിയിട്ടിട്ട് നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞ് ശരിയായി കിട്ടും. ഇത് തണുപ്പോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.